എന്റെ ആഞ്ഞിലിത്തറ അപ്പൂപ്പ, നിനക്കറിയാലോ, ഇന്ന് എന്റെ കൊച്ചിന് 6 മാസം തികയാ. എന്നെ പ്രസവത്തിന് ആശുപത്രിയിലാക്കിയിട്ട് ഇപ്പൊ വരാന്നും പറഞ്ഞ് നേഴ്സിന്റെ തുണ്ടും വാങ്ങിച്ചു പോയതാ എന്റെ കെട്ടിയോൻ. ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഒരു പോറല് പോലെ ഏൽക്കാതെ എന്റെ കൺമുന്നിൽ തന്നെ എത്തിച്ചു തരണേ. എന്നിട്ട് എന്റെ കൈകൊണ്ട് തന്നെ അങ്ങേരെ പോറ അടിച്ചു പൊളിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് നീ തരണേ എന്റെ അപ്പൂപ്പ. അമ്പാൻ മനജേ നിനക്ക് ഹാപ്പി ആയല്ലോ? ഹാപ്പി ആയല്ലോ? 6 മാസം മുമ്പ് ഞാനൊരു മസാല ദോശ ചോദിച്ചു. എന്നെ പ്രസവ വാർഡിലാക്കിയിട്ട് മസാല ദോശ വാങ്ങിച്ചിട്ട് വരാന്നും പറഞ്ഞ് പോയ ആളാ. മസാല ദോശ 6 മാസം കഴിഞ്ഞ് ഞാൻ ഓർത്തിരിക്കും. 6 മാസം 6 നിമിഷം പോലെ കഴിച്ചാട്ടെ. കരയണ്ട, ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ? എന്റെ കുഞ്ഞ് ഹാപ്പിയാണോ നോക്കട്ടെ. അടിച്ച് ഞാൻ പുറം പൊളിക്കും. ഞാൻ ചത്താലും ശരി എന്റെ കൊച്ചിന്റെ മുഖം ഞാൻ നിങ്ങളെ കൊണ്ട് കാണിക്കൂല. തന്തയത്ര അപ്പൂപ്പാ, എവിടെയായിരുന്നു 6 മാസമായല്ലോ കണ്ടിട്ട്? എവിടെ പോയി കിടന്ന്? നോക്ക്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൂപ്പന്റെ ചന്ദനം ഇട്ടിട്ട് 6 മാസമായി. അച്ഛാ, നിങ്ങൾ നിരീശ്വരവാദിയൊക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ കുഞ്ഞിന്റെ അപ്പി എടുത്ത് തെക്കോട്ടിടരുത്. നിന്റെ പ്രാർത്ഥന പോലെ തന്നെ ചന്ദനം. അമ്പാനെ മാറണങ്ങോട്ട്. എന്തേ എന്തേ? എന്റെ കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നൊന്ന് കാണണ്ട. എല്ലാരും ഇരിക്കുന്ന പോലെ ചന്തി തന്നെ ഇരിക്കുന്നു. എന്തോ കുഞ്ഞ് വിളിക്കുന്നു? എന്തോ ഇതെന്തോന്നിത്? ഞാൻ എന്റെ കുഞ്ഞിനെ കാണും. കട്ടക്ക് എന്റെ കൂടെ നിന്നോണം കേട്ടല്ലോ. നാളായി 6 മാസായി. ഇങ്ങനൊന്നും അടിക്കരുത്. അതെ, എന്റെ തലമണ്ടയ്ക്ക് അടിച്ച ഓർത്തോ? തലമണ്ടയ്ക്ക് അടിച്ച ഓർത്തോ അല്ല, ന്യൂറോ. അപ്പൂപ്പ, എങ്ങനെങ്കിലും അവൾ തിരിച്ചു വിളിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ? പൊന്നൂസേ, അടിച്ചു കേറി വാ, വിളിപ്പിച്ചില്ലേ? എന്തോ എന്റെ കുഞ്ഞിന് വൈബ് കൊടുക്കണ്ടേ? ഇനിയിപ്പൊ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞ് നിങ്ങളുടെ വൈബ് കണ്ടിട്ട് വേണം. അല്ല, കുഞ്ഞിന് ഞാൻ വയമ്പം കൊണ്ട് വന്നിരിക്കുക. നിങ്ങളുടെ വയമ്പും വേണ്ട, തേനും വേണ്ട, എന്റെ കൊച്ചിനെ നിങ്ങൾ എടുക്കുകയും വേണ്ട. എടുക്കും, എന്റെ കുഞ്ഞാണെങ്കിൽ ഞാൻ എടുക്കും. 6 മാസം കഴിഞ്ഞ് വന്നേക്കുന്നു. ശരി, ഈ 6 മാസം ഞാൻ എവിടെ പോയി നീ ചോദിച്ചോ? 6 മാസം ഞാൻ എവിടെ ആയിരുന്നു നീ അറിഞ്ഞോ? നിനക്ക് വേണ്ടിയായിരുന്നു ഞാൻ. പക്ഷെ അറിഞ്ഞു കഴിയുമ്പോ എന്റെ അടുത്ത് നിന്നോണ്ടോ ഞാൻ നിന്നെ കറിയും. ഞാൻ എല്ലാം കണ്ടോണ്ടിരിക്കുകയായിരുന്നല്ലോ. അതെ, ഏത്? അല്ല, ഈ 6 മാസം എവിടെയായിരുന്നു? 6 മാസം എവിടെയായിരുന്നു? 6 മാസം 6 മാസം എവിടെയായിരുന്നു? 6 മാസം എവിടെയായിരുന്നു? 6 മാസം എല്ലാം ഓർത്ത് വെച്ചിട്ട് മേത്തോട്ട് കളിക്കല്ലേ? 6 മാസം സത്യം പറഞ്ഞോണ്ടല്ലോ. ഞാന് ഹോസ്പിറ്റലിൽ നിന്ന് നഴ്സിന്റെ തുണ്ട് വാങ്ങിച്ചു. നിനക്കറിയാലോ, തുണ്ടും വാങ്ങിച്ചു ഞാൻ നേരെ
തെക്കോട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ തെക്കോട്ട് നടന്നത് വടക്കോട്ട് നിന്ന് പറഞ്ഞാ മതി. എന്റെ കൊച്ചിനെ കാണാനല്ലേ? അല്ല അല്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്നപ്പോ ഉണ്ട് റോഡിന്റെ അപ്പുറത്ത് ഒരു 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 കുഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന്റെ 6 മാസം. എനിക്കറിയാം 6 മാസത്തെ കുഞ്ഞ് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയാം. ഇടി അതല്ല, കുഞ്ഞല്ല, ഒരു കുഞ്ഞ് തത്ത. ഒരു കുഞ്ഞ് തത്തയായിട്ട് ഒരു തമിഴിരിക്കുകയാണ്. അപ്പോൾ ഈ തമിഴൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് അയ്യാ, അതാരായാലും പറയും നിങ്ങളുടെ മോന്ത കണ്ട അയ്യോ. അതല്ല അയ്യാ, ബഹുമാനൂർ അയ്യാ, ഉങ്ങളുടെ ഭാര്യയ്ക്ക് ഭയങ്കരமான പ്രശ്നം ഇരിക്കെ. എന്നിട്ട് ഞാൻ പറയാ അതെ എനിക്കറിയാം, ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് തന്നെ ഞാൻ കല്യാണം കഴിച്ച. എടി ഞാനിത് തമിഴിന് ഒരു കൗണ്ടർ അടിച്ച ഇരുത്തി. അപ്പൊ തമിഴൻ കുറെ തുണ്ട് നിരത്തി വെച്ചോണ്ടിരിക്കുകയാണ്. എനിക്കറിയാലോ സ്വഭാവം, അതും കണ്ടോണ്ട് അവിടെ ഇരുന്ന് കാണും. ഇങ്ങനെയൊക്കെയാണ് പറയുന്നേ. അതല്ല, ചീട്ടിക്കൽ നിരത്തി വെച്ചേക്കാ. തമിഴ് പറഞ്ഞു തത്ത ഒരു തുണ്ടെടു. തത്ത കയറി പറന്നിങ്ങനെ വന്ന് ഈ തുണ്ടെടുക്കുന്നതിന് പകരം എന്റെ പോക്കറ്റ് ഇരുന്ന നഴ്സിന്റെ കയ്യിൽ നിന്ന് വെച്ച തുണ്ടില്ലേ അതും കൊത്തിയെടുത്തുണ്ട് പറന്നിങ്ങനെ വന്നിട്ട് അങ്ങോട്ടങ്ങ് പറന്നുപോയി. പക്ഷെ പറന്നു പോകുന്നതിന് മുമ്പ് തത്ത എന്നോടൊരു കാര്യം പറഞ്ഞു, ഭാര്യയ്ക്ക് ഭയങ്കരമായ പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ തമിഴ്നാട്ടിൽ പോയി എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു പൂജയൊക്കെ കഴിച്ചു. ഇതിന്ന് എന്ത് മനസ്സിലായി? കഥ പൊളിഞ്ഞെന്ന് മനസ്സിലായി. നിങ്ങളെ ഈ ഉടായിപ്പൊന്നും എന്റെ അടുത്ത് നടക്കൂല അമ്പാനെ, എന്റെ അടുത്ത് നടക്കൂല. നിങ്ങൾ എവിടെ പോയി 6 മാസം എന്ന് പറയാതെ നിങ്ങളെ ഈ കുടുംബത്ത് കയറ്റുന്ന എന്റെ കൊച്ചിനെയും കാണിക്കൂല. ഞാൻ ഇറങ്ങിക്കോ എന്റെ കുടുംബത്ത് നിന്ന്. കൊച്ചിനെ കാണിക്കത്തില്ല? ഇല്ല. അപ്പൊ കൊച്ചിനെ എന്നെ കാണണ്ടേ? വേണ്ട. നിനക്കും എന്നെ കാണണ്ട? എന്തിന്? നിനക്കും എന്നെ വേണ്ട? വേണ്ട. അങ്ങനെയുള്ള ഒരുത്തൻ ഇവിടെ നിൽക്കുന്നേ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അയ്യോ സന്തോഷം. ഞാൻ കുരുക്കിട്ടിയാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നേ ചാവണം. ഞാൻ വേലിക്കപ്പുറത്തേക്ക് നക്കേ. വേലിക്കപ്പുറത്തേക്ക് ചക്കയോ? വേലിക്ക് ഞാൻ ആത്മഹത്യ പോവാക്കേ. അവിടെയൊക്കെ അത്രയും ആണുങ്ങൾ നിൽക്കണു, അത് കണ്ടില്ല. അക്കേ മാത്രം പറയലേടി. പ്രസവ സമയത്ത് വാടിലാക്കിയിട്ട് ഒരു മനുഷ്യനില്ല എന്നെ സഹായിക്കാൻ. ഒരു മനുഷ്യൻ. ഇരുട്ടത്താ ഞാൻ പ്രസവിച്ചത്, അറിയോ? അതെന്താന്നറിയോ? നമ്മൾ ഈ പ്രസവവേദന എല്ലാം കൂടെ ഇങ്ങനെ തലമണ്ടേ കയറുമ്പോ കണ്ണടഞ്ഞു പോകും, അതുകൊണ്ടാ. അത് വേദന കൊണ്ടൊന്നല്ലടോ. എന്നെ താൻ പ്രസവ വാർഡിലാക്കിയിട്ട് പോയില്ലേ, അന്നേരം കറണ്ടും പോയി, ഓക്സിജനും ഇല്ല, വെള്ളവും ഇല്ല. എന്റെ കൊച്ചിന് എങ്ങനെയാ ഞാൻ പറ്റിയത് എനിക്ക് മാത്രമേ അറിയൂ. ഇതെന്റെ ബാഗില്ലയോ? ഇതെങ്ങനെ ഇവിടെ വന്ന്? അത് ആശുപത്രിയിലെ സെക്യൂരിറ്റിക്കാരൻ തന്നത്. അയ്യോ, ഈ ബാഗ് കാരണമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാഞ്ഞത്. ആണെന്ന് ഞാൻ നേഴ്സിനെ തുണ്ട് മേടിച്ചോണ്ട് പോയില്ലയോ? അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് കഴിഞ്ഞപ്പോ ഇച്ചിരി കഴിയുമ്പോ ഞാൻ ഈ ബാഗ് ഞാൻ എവിടെയോ ഒന്ന് കൊളുത്തിയിട്ട് അവിടെ ഓടുന്നേരം കിടന്ന് ഭയങ്കര അലാറം. സെക്യൂരിറ്റി വന്ന് ഏതാണ്ട് എന്തോ ലൈനിൽ കൂടെ പൈപ്പിൽ കൂടെ ഏതാണ്ട് വാതകം പോകുന്നോ ഓക്സിജൻ പോകുന്നോ കാരണം എല്ലാം അങ്ങ് നിലച്ചെന്ന്. അവരെന്നെ തൂക്കിയെടുത്തോണ്ട് ഒരു ഗോഡൗണിനകത്തിരുന്നു. ഇടി അപ്പുറത്തെ ഹോസ്പിറ്റലിൽ കയ്യിൽ കാശും മേടിച്ചോണ്ട് വന്ന് ഹോസ്പിറ്റലിൽ തറക്കാൻ വന്നേ ആണെന്ന്. ഞാൻ അവിടെ തൂക്കി. ഞാൻ അറിഞ്ഞോ ഇത് അവിടെ തൂക്കിയിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? ഓ സത്യം, അതാ സംഭവം. അതാണ് സംഭവം. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഏകദേശം. ഈ ബാഗ് പിടി. നിനക്ക് ഇപ്പോഴെങ്കിലും എന്നെ വിശ്വാസമായാലും അങ്ങോട്ടല്ല ഇങ്ങോട്ട്. കടക്ക് പുറത്ത്. വനജയില്ല, ആരുമില്ല. കടക്ക് പുറത്ത്. എടീ, നിന്റെ കൊച്ചിന് അച്ഛനില്ലാതാവും. യോ, ഇതുപോലൊരു മണ്ടൻ അച്ഛൻ ഉണ്ടാവണേക്കാ ഭേദം ആ കൊച്ചിന് തന്ത ഇല്ലാതിരിക്കുന്നതാ. നീ വനജയല്ലടി, വഞ്ചനയാണ്. അമ്പാനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ പ്രോഗ്രാമിൽ ഇന്ന് പങ്കെടുക്കുന്നത് സ്വന്തം ചേട്ടത്തിയുടെ ഭർത്താവുമായി ഒളിച്ചോടി ഒരു ഓട്ടോയിലിരുന്ന് ലൈവ് വിട്ട് സോഷ്യൽ മീഡിയയെ പിടിവെട്ടിച്ച് അല്ലെങ്കിൽ അതിന്റെ ഉന്നതിയിലേക്ക് എത്തിച്ച ആ യുവതിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. വന്ദനം, നമസ്കാരം, ബഹുമാനത്തോടുള്ള സ്നേഹത്തോടുള്ള ഗുരുവന്ദനം. ഈ പ്രാർത്ഥന കേട്ടാൽ പറയുമോ ചേട്ടത്തിയുടെ ഭർത്താവുമായി ഒളിച്ചോടിയെന്ന് പറയുമോ? ഇപ്പൊ അതിലെ വിഷമമുണ്ടല്ലേ? അതല്ലേ വിഷമം എങ്ങനെ കടിച്ചമർത്തുന്ന? വിഷമം കടിച്ചമർത്തിയതല്ല, ഇന്ന് ഇവിടുന്ന് സ്റ്റുഡിയോന്ന് കിട്ടിയ പുട്ടും കടലയായിരുന്നു. ആ കടലയ്ക്കകത്ത് മുളകുണ്ടായിരുന്നു, ഭയങ്കര ഏരിയ. അതാ നിങ്ങൾ പുട്ടും കടലേം തിന്നാൻ വന്നാണ് ഇവിടെ? അല്ല. വന്ന കാര്യം പറയൂ. എനിക്ക് നീതി വേണം. എന്തിനാണ് നീതി വേണ്ടത്? എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്നെയും കൊണ്ട് സേലത്ത് കൊണ്ടാക്കിയിട്ട് മുങ്ങിക്കളഞ്ഞു.
എടാ സേലത്തുള്ള കോല, നീ എന്തിനാ ഈ പെണ്ണും പിള്ള അവിടെ കൊണ്ടാക്കിയിട്ട് നീ മുങ്ങേണ്ട കാര്യം എന്തോന്ന്? നിന്റെ ഭാര്യയുടെ അനിയത്യമായി നീ ഒളിച്ചോടിയിട്ട് നീ ഓൺലൈനിൽ വന്ന് ലൈവ് വിട്ട് ഈ നാട്ടുകാരെ മുഴുവൻ ചീറ്റ് ചെയ്യിച്ച് കേരളമേ നീ എങ്ങോട്ടാ? എനിക്ക് ബന്ധത്തിന്റെ കുഴപ്പമായത് എനിക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല, ബന്ധങ്ങൾ അറിയത്തില്ല. അതെ, ബന്ധങ്ങളുടെ വില അറിയണം. കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. നമുക്ക് മുറ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അയ്യോ, അത് എനിക്കൊരു അഴുക്ക സ്വഭാവം ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. എന്താണ് സ്വഭാവം? ചേച്ചിയുടെ കയ്യിൽ എന്തിരുന്നാലും ഞാൻ തട്ടിപ്പറിച്ച് വാങ്ങും. ചേച്ചി ഒരു സാരി വാങ്ങിയാൽ ഞാനത് തട്ടിപ്പിടിച്ച് വാങ്ങും. കയ്യിലൊരു വള കിടന്നാൽ ഞാൻ തട്ടിപ്പിടിച്ച് മാറ്റും. അപ്പൊ ചേച്ചി കല്യാണം കഴിച്ച ഭർത്താവിനെയും തട്ടിപ്പറിച്ചെടുത്ത് അല്ലേ? സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി വന്നിട്ടുണ്ടോ? ഓട്ടോക്കാരൻ വന്നിട്ടുണ്ട്. ആണല്ലേ? ആ, അപ്പം കേരള ജനത കാത്തിരുന്ന ആ ഓട്ടോക്കാരൻ ഫ്ലോറിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും നമുക്ക് സുസ്വാഗതം ചെയ്യാം പുള്ളിയെ. ഓരോ നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. ഞാൻ പുരുഷൻ. നിങ്ങൾക്ക് ആരാണ് ഈ പേരിട്ടത്? എന്റെ അമ്മാവനാണ് എനിക്ക് ഈ പേരിട്ടത്. അമ്മാവൻ എന്നെ ഒന്ന് കാണാൻ പറയണേ. എന്തിനാ സാറേ? തെരണ്ടി വാരി കൊണ്ട് 2 അടി കൊടുക്കാനാണ്. നിങ്ങൾ പുരുഷന്മാർക്ക് യോജിക്കുന്ന പരിപാടിയാണോ നിങ്ങൾ ചെയ്തത്? അല്ല സാറേ, നിങ്ങളെ സ്വന്തം ഭാര്യയുടെ അരിയത്തെ വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞാല് സാറേ എനിക്ക് 51 വയസ്സുണ്ട്. അറിയാമോ? എനിക്ക് ഓർമ്മ കിട്ടൂല. എവിടെ സേലത്തുണ്ടെന്ന് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 19. എത്ര? 19. നിങ്ങൾക്ക് 51 വയസ്സ്. ഒരു 5 കൊല്ലവും കൂടെ കഴിഞ്ഞാൽ കൊട്ടൻ ചുക്ക തൈലത്തിൽ കിടന്ന് ഉരുളേണ്ട മനുഷ്യൻ. ഇയാളുമായിട്ട് നിങ്ങൾ കൊളിച്ചോടിട്ട് എന്ത് ചെയ്യാനാ? അല്ല, എനിക്ക് ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, അതാണ്. എനിക്ക് മോളും വേണം. എന്താ? എനിക്ക് എന്നെ രണ്ടുപേരും അങ്ങോട്ട് ചെല്ല്. മോളും ചേട്ടും ഒക്കെ. കേരള ജനതയ്ക്ക് ഇതെന്താണ് പറ്റിയത്? ഇങ്ങനെയുള്ള ഒളിച്ചോട്ടങ്ങൾ സുസ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുമ്പോ ക്യാമറ നിർത്തി വെക്കപ്പോ അതിന്റെ ഫ്രണ്ടിരുന്ന് ഉമ്മ വെക്ക. ഇതൊരു മുറിക്കകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ലേ? മര്യാദക്കടങ്ങിയിരുന്നു എടുത്തു. ഞങ്ങളുടെ പ്രണയം എങ്ങനെയാണ് ആരംഭിച്ചത്? പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തെറ്റല്ല, ചേട്ടന്റെ തെറ്റായിരുന്നു. ഞാനും ചേട്ടത്തിയും ചേട്ടനും കൂടി ആദ്യം ഒരു സിനിമയ്ക്ക് പോയി തിയേറ്ററിൽ. അപ്പൊ ചേച്ചിയാണ് നടുക്കിരുന്നത്. അപ്പൊ ചേട്ടൻ അപ്പുറത്തിരുന്ന് എന്റെ തോളിലോട്ട് ഇങ്ങനെ. അയ്യോ, അതല്ല സത്യം. നല്ല സിനിമയാണ്. ഞാൻ സിനിമയിൽ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. നല്ല പടമായിരുന്നു. എന്നിട്ട് എന്തോന്ന് ഒരു ദിവസം എന്റെ അടുത്ത് വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്തത് എന്റെ കൈ കിരിത്തോട്ട്. ഞാൻ പിടിച്ചില്ല. ഞാൻ ഗ്ലാസ്സിൽ മാത്രമേ പിടിച്ചോളൂ. സത്യമാണ് സാറേ, ഞാൻ പിടിച്ചിട്ട്. എന്നിട്ട് എന്തോന്ന് ഒരു ദിവസം ഒരു ഉത്സവം ഉണ്ടായിരുന്നു. നാടകം കാണാൻ ചെന്നിരുന്നതും പുറംകാലി കൊണ്ട് എന്തെങ്കിലും ചൊറുണ്ട്. ഇല്ല, നല്ലതാണ് ഓർത്ത് ഞാൻ കൈയടിച്ചോണ്ടിരിക്കുന്നത്. ഈ സുമ, നിങ്ങളുടെ നാട് എവിടെയാണ്? ഉമ്മന്നൂര്.